ഇപ്പോൾ അവരുടെ പേജ് നിങ്ങൾക്ക് എടുത്ത് നോക്കാം, വളരെയധികം ഹൈലി പ്രൈസ്ഡ് ആണ്. അത് ഒരുപാട് മാലകൾ ഞാൻ സെയിം മാലകൾ ഞാൻ ഇപ്പോൾ ഓണത്തിന് വേണ്ടിയിട്ട് ഞാനൊരു 2 സെറ്റ് പാലക്കയുടെ ഒരു വലിയൊരു ലോക്കറ്റും സിമ്പിൾ ചെയിനും വരുന്ന 2 സെറ്റ് ഞാൻ വേറൊരു പേജിൽ നിന്ന് വാങ്ങി. അതിൻ്റെ ഡീറ്റെയിൽസും ആ പേജിൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കും. കാരണം അവരുടെ അത്രയ്ക്ക് അഫോർഡബിൾ ആണ്. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു കോഫി വിത്ത് സ്നേഹ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒബയോസിനെ കുറിച്ചിട്ടുള്ളതാണ്. കുറച്ച് നാളുകളായിട്ട് ഒബയോസിന്റെ പ്രോഡക്ട്സിനെ കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ഒരുപാട് യൂട്യൂബിൽ കാണുന്നുണ്ടായിരുന്നു അല്ലേ. അപ്പം ആ സമയത്തൊന്നും ഞാൻ ഓസിയുടെ പ്രോഡക്ട്സിനെ കുറിച്ചോ ഓസിന്റെ സ്ഥാപനത്തെ കുറിച്ചോ ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആകെ ചെയ്തിട്ടുണ്ടായിരുന്നത് സിന്ധു ആന്റി വന്നിട്ട് യൂട്യൂബേഴ്സ് എല്ലാം ജോലിയും കൂലിയും ഇല്ലാത്ത ആളുകളാണ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിന് മാത്രമാണ് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഓസിനെ കുറിച്ച് നേരത്തെ വന്നുകൊണ്ടിരുന്ന കംപ്ലയിൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസിന്റെ പ്രോഡക്ട്സ് വളരെ പുവർ ആയിട്ടുള്ള ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സ് ആണെന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഓസി കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്ന രീതിയിലായിരുന്നു നേരത്തെ വന്ന വീഡിയോസിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഓസിയുടെ പ്രോഡക്ട്സ് വളരെ ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ള രീതിയിലുള്ള കുറച്ച് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നത് സെയിം ഡിസൈൻസ് തന്നെ മറ്റ് ഇൻസ്റ്റഗ്രാം പേജുകളിലും വെബ്സൈറ്റിലും എന്തിന് മീഷോയിൽ പോലും അതിനേക്കാളും കുറഞ്ഞ റേറ്റിൽ അവൈലബിൾ ആണ് എന്നാണ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ ഡിസ്ക്ലോസ് ചെയ്യുന്നത്. അതിലാദ്യം തന്നെ നമുക്ക് അലങ്കാര ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലിൽ വന്നിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിൽ അവർ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് മുഴുവൻ കാണണമെങ്കിൽ അവരുടെ ചാനലിൽ പോയി കാണാവുന്നതാണ്. എന്നാൽ നമുക്ക് അതിന്റെ ചെറിയ പോർഷൻ ഒന്ന് കണ്ടു നോക്കാം. ഐറ്റം ഇസ് ടോട്ടലി സെയിം, ഒരു വ്യത്യാസവും ഇല്ല, സെയിം. ഇതായിരുന്നു എനിക്ക് നിങ്ങളെ കാണിക്കേണ്ടത്. ഈ പാലക്ക പെൻഡന്റ് ചെയിൻ ഈ സെയിം സാധനം എൻ്റെ കയ്യിലുണ്ട്. ഇതിനവരിട്ടിരിക്കുന്ന 999 സോൾഡ് ഔട്ടും. 999 ഒരിക്കലും വരില്ല ഇതിന്. ഞാൻ ഇതിനും 375 359 അത്ര എന്തോ കൊടുത്താണ് ഞാൻ ഇത് വാങ്ങുന്നത്. പ്രഷ്യസ് ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ നിന്ന് ഞാൻ ആ പേജും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ തന്നെ കാണിക്കാം. അതായത് ഒബയോസിയുടെ പേജിലും ഹോൾസെയിലർ ജ്വല്ലറി ഹോൾസെയിലർ എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കൂ, ഇവർ പ്രഷ്യസ് ജ്വല്ലറി ജ്വൽസ് എന്നാണ് ഇവരുടെ പേജ്. എൻ്റെ പേര് വരുന്നത് ഇതേ ജ്വല്ലറി ഹോൾസെയിലർ. ഓക്കെ, ഇവര് ഈ ഇടുന്ന ജ്വല്ലറി എല്ലാം വളരെയധികം അഫോർഡബിൾ ആണ്. ഇവർ ഹോൾസെയിലേഴ്സ് ആയതുകൊണ്ട് അവരത് എത്ര ഇടയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ നമുക്കത് സെൻസിബിൾ ആയിട്ട് തോന്നും. ഇപ്പോൾ ഇവരുടെ വെബ്സൈറ്റിൽ ഈ സെയിം പാലക്ക പെൻഡന്റ് കിടപ്പുണ്ട്. നമ്മളിപ്പോൾ ഒബയോസിയിൽ കണ്ട സെയിം പെൻഡന്റ് കണ്ടോ. മേളിലത്തെ ഒരു മുത്തിന് മാത്രമേ അത്ര വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയൊക്കെ സെയിം ആണ്. ആ പഴയ ഡിസൈൻ ഇതിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേസ് 399 കണ്ടോ, 399 രൂപയ്ക്കാണ് ഇവർ തരുന്നത്. അതേസമയം ഒബയോസിൽ നിങ്ങൾ കണ്ടു 999 ആണ് ഈ സെയിം സാധനത്തിൽ. അതായത് ഒബയോസിൻ്റെ വെബ്സൈറ്റാണ്. ഇത് ഈ മാല കണ്ടോ, ഇതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്, ഞാൻ വാങ്ങിയത്. ഇപ്പോൾ അവരുടെ പേജിൽ ഈ പെർട്ടിക്കുലർ മാല കിടക്കുന്നത് 1599 ആണ്. ഞാൻ വാങ്ങിയത് 699 ആണ്. അവിടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറൻസ്, എത്രത്തോളം പ്രോഫിറ്റാണ് അവരുണ്ടാക്കുന്നതെന്ന്. ഞാൻ അത് നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. വേറെ ഇഷ്ടം പോലെ പേജസ് ഉണ്ട് കുറഞ്ഞ വിലയ്ക്ക് ഈ സെയിം പ്രോഡക്ട്സ് കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കുന്നുള്ളത്. ക്വാളിറ്റിയൊക്കെ സെയിം ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്തിന് ഇത്രയും പൈസ കൊടുക്കണം? അവരിപ്പോൾ ഹൈലി പ്രൈസ്ഡ് ആണ് എന്നുള്ളതൊരു യാതൊരു സംശയമില്ല. അത് ഞാൻ നിങ്ങളെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ വാങ്ങിയ പേജിലെ വീഡിയോയും ഓസിയുടെ പേജിലെ വീഡിയോയും നിങ്ങൾക്ക് നോക്കാം. ദിയയുടെ പേജിലെ വീഡിയോ രണ്ടും ഒരേ പ്രോഡക്റ്റാണ്, സെയിം ടു സെയിം, ഒരു വ്യത്യാസവും ഇല്ല. ഡിസൈന് പോലും വ്യത്യാസമില്ല. പക്ഷെ പ്രൈസിനാണ് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം. അപ്പം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് എവിടെ നിന്ന് വാങ്ങണം എന്നുള്ളത്. ഇവരിതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഓസിയുടെ പ്രോഡക്റ്റ് ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ള കാര്യം തന്നെയാണ്. ഓസി എത്രമാത്രം ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് സെയിം പ്രോഡക്ട്സ് സെല് ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് 100% മാച്ചിനോട് കൂടിയാണ് ചില പ്രോഡക്ട്സ് ഒക്കെ ഓസി സെല് ചെയ്യുന്നത്. അപ്പം ഓസിയുടെ പേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ മോസ്റ്റ് അഫോർഡബിൾ ബ്രാൻഡ് എന്നാണ് ഓസി പറഞ്ഞിരിക്കുന്നത്. ബട്ട് അങ്ങനെയല്ല എന്നുള്ളത് തന്നെയാണ് ഈ കസ്റ്റമേഴ്സ് ഒക്കെ പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. എന്തായാലും നമുക്ക് വേറൊരു കസ്റ്റമറും കൂടെ അവരുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒബൈ ഓസി എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയും അതുപോലെ തന്നെ മീഷോ എന്ന് പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയും തമ്മിൽ ജസ്റ്റ് അതിന്റെ ക്വാളിറ്റിയും പ്രൈസും ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ഒന്ന് കമ്പയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ പറയുന്നുണ്ട് ഒബൈ
ഒബൈ ഓസി എന്നല്ല, ഏതൊരു സൈറ്റിൽ ഞാൻ ഇതുപോലെ നോക്കിയപ്പോൾ ഇത് എക്സാക്ട്, അതായത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെ ഞാൻ വേറൊരു സൈറ്റിൽ 1350 ആ ഒരു റേറ്റിലാണ് ഞാൻ കണ്ടുവന്ന ഓർമ്മ, അത് 1300 ഓർമ്മയില്ല. അപ്പം അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു വീഡിയോന്റെ താഴെ കമന്റ് വന്നതാണ്, ഒബൈ ഓസിയിൽ 1299 രൂപ, 1250 രൂപയ്ക്ക് ഇതേ സെയിം പ്രോഡക്റ്റ് ആണ് അതിൽ കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള എക്സാക്ട് പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. ക്വാളിറ്റി എനിക്ക് മീഷോ എന്ന് വാങ്ങിയിട്ടുള്ള ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അത് നമുക്ക് ആ ഒരു പ്രൈസിൽ, അതായത് ഞാൻ വാങ്ങിയിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 640 രൂപയാണ്. ആ ഒരു പ്രൈസിൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ നല്ലതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒബൈ ഓസിയുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്നല്ല ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ അതേ എക്സാക്ട് അതേ എന്താണ് മീഷോയിലുള്ളത് അതേ എക്സാക്ട് പ്രോഡക്റ്റിന് ഒബൈ ഓസിയിലുള്ളത് കേട്ടോ. അപ്പോൾ അതിൽ 1299 രൂപയാണ് ഒബൈ ഓസിയിൽ. അപ്പോൾ ജസ്റ്റ് നമുക്ക് അതിന് എനിക്ക് 630 രൂപയ്ക്ക് അങ്ങനെയാണ് കിട്ടിയത് മീഷോന്ന്. അതായത് സെയിം അതിന്റെ പ്രൈസ് എന്ന് 660 എത്രയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഗൂഗിൾ പേ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ പ്രൈസ് കുറഞ്ഞു കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അത് 630 രൂപയ്ക്കാണ് കിട്ടിയത്. അപ്പോൾ ഇത് രണ്ടും കൂടി അതായത് കമ്പയർ ചെയ്യുമ്പോൾ എക്സാക്ട് നമുക്ക് അതുപോലത്തെ ഒരു ജ്വല്ലറിയും കൂടി വാങ്ങാനുള്ള പൈസയാണ് ഒബൈ ഓസിൽ ആ ഒരു ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ട് അവർ സെയിൽ ചെയ്യണത്. അതായത് 1299 രൂപ മൈനസ് 630 രൂപ എത്രയാണ്, 670 രൂപയാണ് അവർ ഓവർ പ്രൈസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഈ എക്സാക്ട് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് രണ്ടെണ്ണം വാങ്ങാനുള്ള പൈസയാണ് അവർ ഒന്നിൽ നിന്നും വാങ്ങുന്നത് കേട്ടോ, നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ചു, ശരി ഓക്കെ എന്നാൽ ഒബൈ ഓസിലുള്ള പ്രോഡക്റ്റിന്റെ അത് നമുക്ക് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണോ എന്ന് നോക്കിയപ്പോൾ അതിൽ അവൈലബിൾ ആണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ്, ഇതിനെക്കാട്ടിയും വില കുറവില്ല. ഇവരും എന്തായാലും ഓവർ പ്രൈസിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. മീഷോന്ന് 650 എങ്ങാനും വാങ്ങിയ സാധനം ഓസി ചാർജ് ചെയ്യുന്നത് 1299 പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ്. അപ്പം ഒരു പ്രോഡക്റ്റ് വാങ്ങേണ്ട സ്ഥാനത്ത് 2 പ്രോഡക്റ്റ് വാങ്ങാനുള്ള പ്രൈസാണ് ഓസി വാങ്ങിക്കുന്നത് എന്നുള്ളത് ഈ ഒരു വീഡിയോയിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ കമന്റ് സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേ രീതിയിലുള്ള ഒരു കമ്പാരിസൺ ചെയ്തുകൊണ്ടിട്ടുള്ള അവരുടെ എക്സ്പീരിയൻസും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓസിയുടെ പ്രോഡക്ട്സിന് നേരത്തെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് എന്താണ്, പൂർ ക്വാളിറ്റിയാണ്, ഒട്ടും കസ്റ്റമർ സപ്പോർട്ട് ഇല്ല എന്നുള്ള രീതിയിലുള്ള കംപ്ലൈൻറ്റ്സ് ആണ് നേരത്തെ കേട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓസിയുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആണ് എന്നുള്ളതാണ്. സോ കസ്റ്റമേഴ്സിനെയൊക്കെ ഒരുമാതിരി പുച്ഛിച്ചിട്ട്, അത് അമ്മയാണെങ്കിലും മോളാണെങ്കിലും പുച്ഛിക്കണമെങ്കിൽ യാതൊരു കുറവില്ലല്ലോ. അപ്പം OCയുടെ പേജിൽ നിന്ന് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് അവരുടെ പ്രോഡക്റ്റ് ഒക്കെ സെല് ചെയ്യുന്നത്, മിക്കവാറും പ്രോഡക്ട്സ് ഒക്കെ സെല് ചെയ്യുന്നത് 100% മാർജിനോട് കൂടി തന്നെയാണെന്നാണ് ഈ വീഡിയോസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുന്ന സമയത്ത് അതർ പേജസും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഏതെങ്കിലും പേജസിൽ ഈ സെയിം പ്രോഡക്ട്സ് ഇതിലും കുറഞ്ഞ റേറ്റിന് കിട്ടുമോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം വാങ്ങാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രോഡക്റ്റ് റിസീവ് ചെയ്യുന്ന സമയത്ത് വീഡിയോസ് ഒക്കെ എടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ലഭിക്കുന്നതുണ്ടെങ്കിൽ അത്തരം സിറ്റുവേഷനിൽ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. കാരണം ഇവരുടെ കസ്റ്റമർ സപ്പോർട്ട് വളരെ പൂറാണെന്നാണ് ചില കസ്റ്റമേഴ്സൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾക്ക് റിട്ടേൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇത്തരം പേജസിലൂടെ വാങ്ങുന്ന സമയത്ത് ഇല്ല. സോ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, റിട്ടേൺ ഒരിക്കലും നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ റിട്ടേൺ ഇല്ല എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കൊടുക്കുമെന്നാണ് തോന്നുന്നത്, ബട്ട് റിട്ടേൺ എന്തായാലും ഇത്തരം പേജസ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജും ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം മൈൻഡിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത്തരം പേജസിലൂടെ പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിക്കാൻ എന്ന് മാത്രമാണ് എനിക്ക് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളത്. അതുപോലെ തന്നെ OCയുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് ഒക്കെ ഒന്ന് കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓൺ പ്രോഡക്ട്സ്, നിങ്ങളുടെ ഓൺ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള പ്രൈസ് ഒക്കെ ചാർജ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ പ്രോഡക്ട്സ് മാർക്കറ്റിൽ ഒരുപാട് അതർ പേജസിലും ഒക്കെ അവൈലബിൾ ആവുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ വന്ന് ഇരുന്നുകൊണ്ട് കമ്പയർ ചെയ്യുന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ളത് കമൻറ്റിലൂടെ അറിയിക്കൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.